ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഒരു ചതിയനായ കൊക്കമ്മാവന്റെ കഥ കേട്ടാലോ? പണ്ട് ഒരു കുളത്തിൽ കുറെ മീനുകളും ഞണ്ടും ആമയും എല്ലാം താമസിച്ചിരുന്നു. അതിലെ 2 മീനുകൾ നല്ല കൂട്ടുകാരായിരുന്നു. അവരുടെ പേരെന്താന്നറിയാമോ? ടുട്ടുവും കുട്ടുവും. ഒരു ദിവസം ടുട്ടു കുട്ടുവിനോട് പറഞ്ഞു, എനിക്ക് ഈ കുളത്തിൽ നിന്നും മാറി വേറെ എങ്ങോട്ടെങ്കിലും പോകാൻ തോന്നണു. അപ്പോ കുട്ടു പറഞ്ഞു, നമ്മൾക്കെങ്ങനെ പോകാൻ സാധിക്കും? എനിക്കുമിടയ്ക്ക് തോന്നാറുണ്ട് വേറെ സ്ഥലങ്ങളിലൊക്കെ പോണെന്നത്. പക്ഷേ ഞാൻ എങ്ങനെ പോകാനാ? അപ്പോൾ ടുട്ടു പറഞ്ഞു, അതിനൊരു വഴിയുണ്ട്. എന്താ കുട്ടു? ചോദിച്ചു. ടുട്ടു പറഞ്ഞു, കുറേ ദിവസം മുമ്പ് കൊക്കമ്മാവൻ എന്നോട് പറഞ്ഞു, നിന്നെ വേണമെങ്കിൽ ദൂരെയുള്ള മനോഹരമായ തടാകത്തിലേക്ക് ഞാൻ കൊണ്ടുപോവാന്നെന്ന്. നമുക്ക് കൊക്കമ്മാവനോട് പറഞ്ഞ് ആ തടാകത്തിലേക്ക് പോയാലോ? നമ്മുടെ ഈ കുളത്തിൽ നിന്ന് കുറേ മീനുകളെ കൊക്കമ്മാവൻ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ കൊക്കമ്മാവനോട് പറയാം നമ്മളെ 2 പേരെയും കൊണ്ടുപോകാൻ. അപ്പോൾ കുട്ടു പറഞ്ഞു, കാര്യം നല്ലത് തന്നെ. പക്ഷേ ആ കൊക്കമ്മാവൻ ആല ശരിയല്ല എന്ന ബാക്കി മീനുകളെല്ലാം പറയണേ. അപ്പോൾ ടുട്ടു പറഞ്ഞു, അതവര് വെറുതെ പറയണതാ. കൊക്കമ്മാവൻ എന്നോടെത്ര സ്നേഹത്തിലാ സംസാരിക്കാറ്. ശരി, കൊക്കമ്മാവൻ വരട്ടെ, നമുക്കപ്പോൾ പറയാം നമ്മളെ കൊണ്ടുപോകാൻ. കുട്ടു പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ കൊക്കമ്മാവനെത്തി. അപ്പോൾ ടുട്ടു വന്നു പറഞ്ഞു, കൊക്കമ്മാവാ, അന്ന് പറഞ്ഞില്ലേ എന്നോട് തടാകത്തിലേക്ക് കൊണ്ടുപോവാന്ന്. ഞങ്ങൾ 2 പേരെയും കൊണ്ടുപോവോ അങ്ങോട്ട്? ഇത് കേട്ടപ്പോ കൊക്കമ്മാവന് വളരെ സന്തോഷമായി. കൊക്കമ്മാവൻ മനസ്സിൽ വിചാരിച്ചു, അങ്ങനെ അവസാനം തന്റെ സൂത്രം ഫലിച്ചു. 2 വലിയ മീനുകളെയും കൊണ്ടോയി മലയുടെ മുകളിലിരുന്ന് കഴിക്കാം. കൊക്കമ്മാവൻ അത് സ്വപ്നം കണ്ടു. കൊക്കമ്മാവൻ എന്നിട്ടവരോട് പറഞ്ഞു, പക്ഷേ 2 പേരെയും ഒരുമിച്ചു കൊണ്ടുപോവാൻ പറ്റില്ല. കാരണം അമ്മാവന് വയസ്സായില്ലേ, ഇത്രയും ദൂരം പറക്കാൻ സാധിക്കില്ല. നിങ്ങളെ ഓരോരുത്തരായി ഞാൻ കൊണ്ടോവാം. കൊക്കമ്മാവൻ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ടുട്ടുവിനും കുട്ടുവിനും വിഷമായി. എന്നാലും അവര് പറഞ്ഞു, ശരി അമ്മാവാ, ഞങ്ങളെ ഓരോരുത്തരായി കൊണ്ടുപോയാ മതി. കൊക്കമ്മാവന് സന്തോഷമായി. ശരിയെങ്കിൽ നാളെ രാവിലെ ഞാൻ വരാം. അപ്പോ എന്റെ കൂടെ നിങ്ങൾ ആരെങ്കിലും ഒരാൾ വന്നാൽ മതി. ടുട്ടുവും കുട്ടുവും സമ്മതിച്ചു. കൊക്കമ്മാവന്റെയും മീനുകളുടെയും സംസാരമൊക്കെ കേട്ടുകൊണ്ട് ഒരാളിരിപ്പുണ്ടായിരുന്നു അവിടെ. അതാരാ? അവനാണ് കുഞ്ഞൻ ആമ. കുഞ്ഞനാമയ്ക്കറിയാമായിരുന്നു കൊക്കമ്മാവൻ പറ്റിക്കുന്നതാണെന്ന്. ഇതിനു മുൻപും മീനുകളെ കൊക്കമ്മാവൻ കൊണ്ടുപോയി തിന്നിട്ടുണ്ട്. അതെല്ലാം കുഞ്ഞനോട് കൊക്കമ്മാവൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയും അതുപോലെ ചതി നടന്നുകൂടാ എന്ന് തോന്നിയ കുഞ്ഞനാമ ടുട്ടുവിനോടും കുട്ടുവിനോടും സത്യമെല്ലാം പറഞ്ഞു. അത് കേട്ട അവർ ഞെട്ടിപ്പോയി. വലിയ ആപത്തിൽ നിന്നും രക്ഷിച്ച ആമക്കുട്ടനോട് ടുട്ടുവും കുട്ടുവും നന്ദി പറഞ്ഞു. കൂടാതെ സഹായത്തിനായി ഞണ്ടുകുട്ടനെയും അവർ വിളിച്ചു. അങ്ങനെ ഇതൊന്നും അറിയാതെ പിറ്റേ ദിവസം മീനുകളെ കൊണ്ടുപോകാൻ കൊക്കമ്മാവൻ നേരത്തെ വന്നു. കൊക്കമ്മാവൻ ടുട്ടുവിനെയും കുട്ടുവിനെയും വിളിച്ചു. അവർ വന്നു. അവരെ കണ്ടപ്പോ തന്നെ കൊക്കമ്മാവൻ മനസ്സിൽ വിചാരിച്ചു, ഇന്നത്തെ കാര്യം കുശാലായി. എന്നിട്ട് കൊക്കമ്മാവൻ പറഞ്ഞു, ശരി, ഇനി നമുക്ക് പോകാം. ആരാണ് ആദ്യം വരുന്നത്? വാ, ഞാൻ എന്റെ കൊക്കുകൊണ്ട് എടുത്ത് ഞാൻ പറക്കാം. എന്നും പറഞ്ഞു അമ്മാവൻ റെഡിയായി. ആ തക്കത്തിന് ഞണ്ടുകുട്ടൻ കൊക്കമ്മാവനെ കാലിൽ ഇറുക്കിപ്പിടിച്ചു. വേദന കൊണ്ട് കൊക്കമ്മാവൻ കരഞ്ഞു. അപ്പോൾ ടുട്ടുവും കുട്ടുവും പറഞ്ഞു, എടാ ചതിയാ, നീ ഞങ്ങളെ പറഞ്ഞു പറ്റിക്കുക ആയിരുന്നു അല്ലേ? ഇതുപോലെ ഞങ്ങളുടെ കൂട്ടുകാരെയും നീ കൊണ്ടുപോയി തിന്നു അല്ലേ? ഇനി മേലാൽ നീ ആരെയും പറ്റിക്കരുത് എന്ന് പറഞ്ഞ് ആമക്കുട്ടനും ടുട്ടുവും കുട്ടുവും ബാക്കി മീനുകളും കൂടി കൊക്കമ്മാവന്റെ കാലിൽ ശക്തിയായി കടിച്ചു. ഞണ്ടുകുട്ടൻ അമ്മാവന്റെ കാല് ഇറുക്കി ഒടിച്ചു. പേരിച്ചുപോയ കൊക്കമ്മാവൻ പറന്നുപോയി. പിന്നീടൊരിക്കലും കൊക്കമ്മാവൻ അവരുടെ അടുത്തേക്ക് വന്നിട്ടില്ല. അപ്പോൾ ചതിയനായ കൊക്കമ്മാവന്റെ ഈ കഥ ഇഷ്ടായോ? കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോ മറ്റൊരു നല്ല കഥയുമായി വീണ്ടും